വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എവരിവൺ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് പൊന്നോണം നിറവോണം സീരീസിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇന്ന് ഞാൻ അങ്ങനെ ഗെറ്റ് റെഡി ഒന്നുമല്ല, നമുക്ക് കുറച്ച് അക്സസറീസ് പരിചയപ്പെടാം. എന്ന് വെച്ചാൽ നമുക്ക് ഓണത്തിന് ഞാൻ യൂസ് ചെയ്യുന്ന അഫോർഡബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് മീഷോയിൽ നിന്നൊക്കെയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് അക്സസറീസ് നമുക്ക് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റിയ, കുറഞ്ഞ വിലയിൽ നമുക്ക് കുറച്ച് ഷോർട്ട് ടൈമിലേക്കല്ലേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള, എന്നാൽ നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യാവുന്ന, റീയൂസബിൾ ആയിട്ടുള്ള, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന, നമ്മുടെ കീശയിൽ ഒതുങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാമേ. ഓക്കെ, കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. സാവേരി പേഴ്സ്, അപ്പം അങ്ങനെ ഒരു ബ്രാൻഡിൽ നിന്നാണ് ഞാൻ അത് വാങ്ങിച്ചത്. ഐ തിങ്ക് യെല്ലോ കൈൻഡ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. തെറ്റാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും താഴെ മെൻഷൻ ചെയ്യാം. ഇതാണത്. ഒരു കേടുപാടുകളോ ഒരു മങ്ങലോ ഒന്നുമില്ലാത്ത, ഭയങ്കര തിളങ്ങി നിൽക്കുന്ന, ഈവൻ കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പൊ ഒരു പ്രോഗ്രാം വന്നത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഒരു പരിധി വരെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അത് ചെയിന്റെ രൂപത്തിലാണ്. അപ്പോൾ അത് കൂടുതൽ വൃത്തികേടില്ലാത്ത രീതിയിൽ അത് പുറകിൽ കടന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊരു സ്റ്റൈൽ മാറ്റർ ആയിട്ട് നിൽക്കുകയുള്ളൂ. അതിന്റെ അടിയിൽ ചെറിയ മണികൾ കൊണ്ട് അതിന്റെ ചെറിയ മണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ. സോ ഇങ്ങനെയാണ് ഇത്. നമുക്ക് വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ നമുക്ക് ഇതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം, വണ്ണം കുറഞ്ഞവരാണെങ്കിൽ നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. അപ്പം ഇതാണ്. ഇതിന് ഒരു കേടുപാടോ കാര്യങ്ങളോ, വളരെ സ്റ്റിഫാണ്, എന്നാൽ വളരെ ഹാൻഡിയാണ് കേട്ടോ. നമുക്കൊന്ന് ചേർത്ത് വെച്ച് കെട്ടി നമുക്ക് ബാഗിനകത്താക്കി യാത്ര ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ അതിങ്ങനെ ഇരുന്നോളും. പിന്നെ നമുക്കിത് ഈവൻ നമ്മുടെ ഹാൻഡ് ബാഗിൽ പോലും നമുക്കിത് കൊണ്ടുനടക്കാവുന്ന ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു ആക്സസറിയാണിത്. ഇപ്പം നമുക്കിത് ഇഷ്ടമുള്ളവരുണ്ട്, ഓണത്തിനൊക്കെ ഇത് ഇട്ട് ഒന്ന് ഒരു പ്രത്യേക ലുക്കിൽ നിൽക്കാം, ഒരു വേറിട്ട ലുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ലുക്ക് ഒന്ന് എലിവേറ്റ് ചെയ്യും. ഈവൻ ഓക്കെ, ഇതാണ്. ഇത് 500 താഴെയാണ് ഇതിന്റെ റേഞ്ച്. ഇപ്പൊ എങ്ങനെയാന്നുള്ളത് ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് വന്നിട്ട് നമുക്കത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് നമ്മുടെ സ്റ്റൈലിംഗ് ഔട്ട്ഫിറ്റ് സ്റ്റൈലിംഗ് തിങ്. ഇതേ വയറുള്ള ഒരു പീസാണ്. അത് ഇങ്ങനെ ഒരു ലീഫി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പീസിൽ, അതിന്റെ അകത്താണ് നമ്മൾ ഈ ഒരു കൊളുത്തിൽ, ഈ ഒരു ഹുക്കിൽ നമ്മൾ ഇതിങ്ങനെ ഇടുമ്പോൾ അത് കണക്റ്റഡ് ആവും. സോ ഇത് നമ്മൾ ഈ കൊളുത്ത് നമ്മൾ ഇങ്ങോട്ട് വലിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇത് ചെയ്ത് ഇതിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വണ്ണം കുറഞ്ഞാലും വണ്ണം കൂടിയാലും മാറ്ററില്ല. പിന്നെ ഇത് ഇത്തിരി ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്, സ്പ്രിങ്ങി ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് തിങ് ആണിത്. സോ അപ്പൊ നമുക്കിത് ഷുവറായിട്ടും നമ്മുടെ വേസ്റ്റിന്റെ ഇതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇതും നമുക്ക് അകത്തോട്ടും പുറത്തോട്ടും കയറ്റാവുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആണ് ഇതിന്റെ. കണ്ടോ, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വളരെ ഈസിയാണ്. ഇതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് സാരിയുടെയും പാവാടയുടെയും കൂടെയൊക്കെ ഒരു ഹൈലൈറ്റിംഗ്, ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. സോ ഇങ്ങനെയാണ് കേട്ടോ, ഒരു സ്പ്രിങ്ങി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. അപ്പം ഇതും ഇങ്ങനെ വരും. ഇതും 500 താഴെയാണ് നിൽക്കുന്നത്. ഇതും ഞാനൊരു പാവാടയോടെ പെയർ ചെയ്തിരുന്നു, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. ഓക്കെ, സോ ഇതും 500 താഴെ വരുന്ന ഒരു സ്റ്റൈൽ എലിവേറ്റിംഗ് ഒരു മാസ് ഐറ്റം ആണത്. വീഡിയോയിൽ ഇത് മാത്രം. വീഡിയോ ഒരുപാട് നീണ്ടുപോകാതിരിക്കാനാണ് ഞാൻ 2 കാര്യങ്ങൾ മാത്രം ഒതുക്കിയത്. ബാക്കി ഒരുപാട് കാര്യങ്ങളും ഓണത്തിന് ആഡ് ചെയ്യാവുന്ന വളരെ ഹാൻഡി ആയിട്ടുള്ള കാര്യങ്ങളോട് ഞാൻ വരുന്നതായിരിക്കും നാളെ. അപ്പം കീപ് വാച്ചിങ് മീ. ബൈ ഫ്രം ഷാലു ബാഗോ സ്റ്റൈൽ. ബൈ.